ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇഞ്ചി നടാം. നമ്മൾ ഈ പ്രാവശ്യം ഇഞ്ചി നടുന്നത് ഗ്രോ ബാഗിലാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ മണ്ണിലായിരുന്നു, അല്ലാതെ മണ്ണിലിങ്ങനെ തടം ഉണ്ടാക്കിയായിരുന്നു നട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് ഗ്രോ ബാഗിനകത്ത് നടാം. ഗ്രോ ബാഗെല്ലാം ഇങ്ങനെ മണ്ണൊക്കെ നിറച്ച്, പിന്നെ ചാണകം, മണ്ണ് നിറച്ചതിന് ശേഷം നമ്മൾ ഓല എടുത്ത് വെക്കാം. കുറച്ച് ഓല എടുത്ത് വെക്കണം. വേരൊക്കെ ഓടാൻ വേണ്ടിയിട്ട് ഓല നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓല ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇഞ്ചിയുടെ വേരൊക്കെ നന്നായിട്ട് ഓടും. അപ്പം ഇഞ്ചിക്കൊരു സ്വാതന്ത്ര്യം കിട്ടും വേരോടാനായിട്ടേ. പിന്നെ ഞങ്ങൾ കുറേ പഴത്തൊലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ 2 പഴത്തൊലിയും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മണ്ണും കൂടെ ഇട്ട് അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് കുറേ വളങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലുപൊടി, കുറച്ച് കുമ്മായം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഈ ഇഞ്ചിക്ക് കേടൊന്നും വരാതിരിക്കാനാണ്. ആദ്യം കുറച്ച് കുമ്മായം ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് പിന്നെ ചാണകപ്പൊടിയുണ്ട്, എല്ലുപൊടിയുണ്ട്, അതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. കുമ്മായം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ചാണകപ്പൊടി ഇടാം. എല്ലാത്തിനും ചാണകപ്പൊടി ഓരോ ബൗൾ വെച്ച് നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. ചാണകപ്പൊടി ഇട്ടതിന് ശേഷം ഇനി കുറച്ച് എല്ലുപൊടി ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. എല്ലുപൊടിയാണെങ്കിൽ നല്ല വളമായിട്ട് അതിന് കിട്ടുക. എല്ലുപൊടിയൊക്കെ ഏറെ ഇട്ടാൽ നല്ലതാണ്, അത്രയും നല്ലതാണ് ഇഞ്ചിക്ക്. എല്ലുപൊടിയൊക്കെ ഇടുവാണ്. എല്ലാ കവറിലും നമുക്ക് കുറേശ്ശെ ഇങ്ങനെ ഓരോ ബൗൾ വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇനി നമ്മളാണെങ്കിൽ ഇഞ്ചി വിത്തുണ്ടല്ലോ, നമ്മളിങ്ങനെ നേരത്തെ മേടിച്ച് വെച്ചതൊന്നുമല്ല, നമ്മൾ കറി വെക്കാനായിട്ട് പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിച്ച ഇഞ്ചിയായിരുന്നു. അത് ഞാൻ ഫ്രിഡ്ജിൻ്റെ അടിയിലത്തെ ആ ഡ്രോയ്ക്കകത്ത് വെച്ചിരുന്നപ്പം നന്നായിട്ട് അതിന് മുള വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ കഷ്ണമായതുകൊണ്ട് ഈ കവറിനകത്ത് 2 എണ്ണം വെക്കുന്നുള്ളൂ. നമ്മളെ ചെറിയ കഷ്ണമൊക്കെ ആകുമ്പോൾ നമ്മൾ വലിയൊരു പാവായിരുന്നു, നമ്മൾ മുറിച്ച് മുളയുള്ള അനുസരിച്ച് നമ്മൾ മുറിച്ചെടുത്തതാണ്. ഇതിനകത്തിപ്പം 3 കഷ്ണം വരെ വെക്കാൻ പറ്റും. ചെറിയ കഷ്ണമല്ലേ, അതുകൊണ്ട് നമ്മൾ 3 കഷ്ണം വെച്ച് കൊടുക്കുകയാണ്. ഗ്രോ ബാഗിൽ നേരത്തെ ഞാൻ ഇഞ്ചി നട്ടിട്ടുണ്ട്, നന്നായിട്ട് ഉണ്ടായി വരും. തറയിൽ നടുന്നതിനേക്കാളും നല്ലപോലെ ഗ്രോ ബാഗിനകത്ത് വളരും. ഇനിയും അത് എല്ലാത്തിലും ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചവറിടണം. പ്ലാവിലയോ ചീമക്കൊന്നയുടെ ഇലയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മതി. അതിന് വെയിലടിക്കാതിരിക്കാൻ തണലും, പിന്നെ ഈ ഇല ചീഞ്ഞ് കഴിയുമ്പോൾ അതിന് വളവും ആവും. അപ്പോൾ നമുക്ക് കുറച്ച് എല്ലാത്തിലും നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചീമക്കൊന്നയുടെ ഇല ഇടുക. കുറച്ച് എല്ലാത്തിനകത്തും ചീമക്കൊന്നയുടെ ഇല ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇഞ്ചി മുളച്ച് മുകളിലോട്ട് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാം വീഡിയോ കാണിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണേ. നമ്മൾ വീഡിയോ എല്ലാത്തിനും എല്ലാം ഇഞ്ചി ഓരോ ഇല വരുമ്പോഴും നമ്മളതിൻ്റെ വീഡിയോ എല്ലാം ഇടുന്നതായിരിക്കും. ചീമക്കൊന്നയുടെ ഇല നമ്മൾ ഇങ്ങനെ എല്ലാ കവറിലും നിറച്ച് വെക്കും. അത് ചാണകം പോലെ ഇല അങ്ങോട്ട് അളിഞ്ഞ് കഴിയുമ്പോഴത്തേനും നല്ല വളമാകും. ആ ഇല അളിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ വേറെ ഇല അതിൻ്റെ പുറത്ത് കൊണ്ടിട്ടാൽ മതി. നമ്മൾ ഒരുപാട് ചാണകവും പച്ചച്ചാണകമൊന്നും കലക്കി ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പച്ചച്ചാണകം കലക്കി ഒഴിക്കുമ്പോൾ ഇഞ്ചിക്ക് പുഴു കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇല ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്.